നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മാള ഉപജില്ലാ സ്കൂൾ കായികമേളയിൽ മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ജേതാക്കളായി. മാള ഉപജില്ലാ കായികമേളയിൽ 204 പോയിന്റോടെയാണ് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത്. ചാലക്കുടി മണ്ഡലത്തിലെ വനഭൂമി പട്ടം സംബന്ധിച്ച അനിശ്ചിതത്വം ഉടൻ മാറുമെന്നും കൈവശക്കാർക്കെല്ലാവർക്കും പട്ടയം നൽകുന്ന നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ പ്രഭാഷണവും സംവാദവും നടന്നു. WCC അംഗം ജോളി ചെറിയത്ത് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മാള ഉപജില്ലാ സ്കൂൾ കായികമേളയിൽ മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ജേതാക്കളായി. മാള ഉപജില്ലാ കായികമേളയിൽ 204 പോയിന്റോടെയാണ് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത്. 197 പോയിന്റോടെ RM ഹയർ സെക്കൻഡറി സ്കൂൾ ആളൂർ രണ്ടാം സ്ഥാനവും 114 പോയിന്റ് നേടി കുഴിക്കാട്ടുശ്ശേരി സെന്റ് മേരീസ് HSS മൂന്നാം സ്ഥാനവും നേടി. സമാപന സമ്മേളനം മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. ഓവറോൾ ട്രോഫികളുടെ വിതരണവും പ്രസിഡന്റ് നിർവഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KK സുരേഷ് അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി മുനിസിപ്പൽ കൗൺസിലർ ആലിസ് ഷിബു മുഖ്യാതിഥിയായിരുന്നു. വികസന സമിതി കൺവീനർ മുഹമ്മദ് റാഫി CA, മോളി VD, റോബി ജോസ്, STA കൺവീനർ ഷിജോ എസ് തറയിൽ എന്നിവർ പ്രസംഗിച്ചു. ചാലക്കുടി മണ്ഡലത്തിലെ വനഭൂമി പട്ടം സംബന്ധിച്ച അനിശ്ചിതത്വം ഉടൻ മാറുമെന്നും കൈവശക്കാർക്കെല്ലാവർക്കും പട്ടയം നൽകുന്ന നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. ചാലക്കുടി കൊടുങ്ങല്ലൂർ താലൂക്ക് തല പട്ടയമേള ചാലക്കുടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കടൽ പുറമ്പോക്ക് ഭൂമിയുടെ പട്ടയക്കാര്യത്തിലുണ്ടായ നിയമ തടസ്സങ്ങൾ മാറ്റുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിച്ചു വരുന്നതായും മന്ത്രി കൂട്ടിച്ചേർത്തു. ചാലക്കുടി രാജീവ് ഗാന്ധി ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ ED ടൈസൺ MLA അധ്യക്ഷനായി. ചാലക്കുടി നഗരസഭാ ചെയർമാൻ എബി ജോർജ്, കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വേണു കണ്ടരിമഠത്തിൽ, രേഖാ ശാന്തി, CK ഗിരിജ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജെനീഷ് P ജോസ്, KS ജയ, വിവിധ കക്ഷി ജേതാക്കളായ CV ജോഫി, മീര വെട്ടുങ്ങൽ, പോൾ ഡേവിസ്, PD നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉരുൾപൊട്ടൽ ഭീഷണി മൂലം മാറ്റിപ്പാർപ്പിച്ച അതിരപ്പള്ളി പഞ്ചായത്തിലെ ആനക്കയം സംഗീതത്തിലെ 24 ആദിവാസി കുടുംബങ്ങൾക്ക് വനാവകാശ രേഖ ഉൾപ്പെടെ ചാലക്കുടി താലൂക്കിൽ 506 പേർക്കും കൊടുങ്ങല്ലൂർ താലൂക്കിലെ സുനാമി പട്ടയം ഉൾപ്പെടെ 149 കുടുംബങ്ങൾക്കടക്കം 655 പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, RDO MC റിജിൻ എന്നിവർ സംസാരിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പൊറക്കുളം പാർക്ക് ആൻഡ് ഓപ്പൺ ജിം സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചു. പൊറക്കുളം പാലത്തിന് സമീപമുള്ള പാർക്ക് ആൻഡ് ജിമ്മിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയുടെ ഉദ്ഘാടനം മാള SHO സജിൻ ശശി നിർവഹിച്ചു. ഞാൻ 2 ദിവസം സതീശേട്ടൻ്റെ വിളി, ഒരു ദിവസം തന്നെ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ സതീശേട്ടനെ വിളിക്കും. സതീശേട്ടൻ എന്തെങ്കിലും വിശേഷമുണ്ടോ, ഒരു വിളിയും വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. ഒരു പോലീസ് ഓഫീസർ ഇതുപോലെ ഒരു പൊതുപ്രവർത്തകനെ മാനിച്ചുകൊണ്ട് അത് വിളിക്കണമെങ്കിൽ നിങ്ങൾക്കറിയാലോ, സാധാരണ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും ആ രീതിയിലൊന്നും പൊതുപ്രവർത്തകർ അത്രയ്ക്ക് രീതിയിലൊന്നും അല്ലാതെ വളരെ ഗൗരവത്തിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ സതീശേട്ടനെ വിളിക്കുമ്പോൾ നമുക്കറിയാം അന്നനാടത്തെ പ്രദേശ ജനങ്ങളുടെ ഇന്നത്തെ മാനസികാവസ്ഥ, അവിടെ എങ്ങനെയൊക്കെയുണ്ട് കാര്യങ്ങൾ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സതീശേട്ടൻ കൃത്യമായിട്ട് അത് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ആവശ്യമുണ്ടെന്ന് പറയുകയും ചെയ്യും. എന്നും ജനപക്ഷമായിട്ട് നന്മയുടെ പക്ഷത്തു നിന്ന് ഇടപെട്ടുള്ള സതീശേട്ടൻ്റെ ശ്രമഫലമായിട്ട്, കൂടുതലായുള്ള ശ്രമഫലമായിട്ട് ബാക്കി പഞ്ചായത്തിൻ്റെയും നിങ്ങളുടെ ശ്രമഫലമായിട്ട് ഇതോടെ വന്നിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ TK സതീശൻ, പൊറക്കുളം സംരക്ഷണ സമിതി പ്രസിഡന്റ് ജോസ് മാനാടൻ, സെക്രട്ടറി MG ബാബു എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. മാള സർവീസ് സഹകരണ ബാങ്ക് വാർഷിക പൊതുയോഗം നടന്നു. ബാങ്ക് പ്രസിഡന്റ് ജോഷി പെരേപ്പാടൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡയറക്ടർമാരായ PC ഗോപി, ജെയ്സൺ വാളിയേക്കൽ, വിൽസൺ കാഞ്ഞുത്തറ, പോൾസൺ ഓളാട്ടുപുറം, PK ഗോപി, സിന്ധു അശോകൻ, ബിന്ദു പ്രദീപ്, പ്രീജ ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി NC നിക്സൺ എന്നിവർ സംസാരിച്ചു. ബാങ്ക് ജീവനക്കാർ, സഹകാരികൾ എന്നിവർ സംബന്ധിച്ചു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ പ്രതിമാസ പരിപാടിയുടെ ഭാഗമായി പ്രഭാഷണവും സംവാദവും നടന്നു. WCC അംഗം ജോളി ചെറിയത്ത് ഉദ്ഘാടനം ചെയ്തു.
അനിഷ്ട സംഭവത്തെ തുടർന്നാണ് ഹേമ കമ്മിറ്റിയുടെ രൂപീകരണം ഉണ്ടാകുന്നത്. ആ ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്നതിന് പുറകിൽ കുറച്ച് സ്ത്രീകളുടെ എഫർട്ട്, അതാണ് WCC ആയിട്ട് രൂപപ്പെടുന്നത്, അവരുടെ നിരന്തര സമ്മർദ്ദം. ഞാനിവിടെ ആദ്യം തന്നെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിതുപോലെയുള്ള പാട്രിയാർക്കൽ വാല്യൂവും റിലീജിയസ് വാല്യൂവും ഒക്കെ നിലനിൽക്കുന്ന പാട്രിയാർക്കിയാണ്, അതിൻ്റെ മേലെ മതമുണ്ട്. അങ്ങനെയുള്ള ഒരു സാമൂഹ്യ ഘടനയ്ക്ക് അകത്താണ് ഒരു തരത്തിലും സ്ട്രക്ചേർഡ് അല്ലാത്ത ഘടനാപരമായിട്ട് വ്യവസായം വിളിക്കുമെങ്കിലും വ്യവസായത്തിൻ്റെതായിട്ടുള്ള ഒരു നിയതമായ നിയമാവലികൾ ഇല്ലാത്ത ഒരു എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി, അതും ഏറ്റവും കൂടുതൽ മൂലധനം നിരത്തുന്ന. പ്രൊഫസർ കുസുമം ജോസഫ് അധ്യക്ഷത വഹിച്ചു. തൊഴിലിടത്തിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ ഹൈക്കോടതി അഭിഭാഷക അഡ്വക്കേറ്റ് TB ബിനി, ചലച്ചിത്ര നടി ജോളി ചെറിയത്ത് എന്നിവർ സംസാരിച്ചു. യൂത്ത് മൂവ്മെന്റ് ചെമ്പുച്ചിറയുടെ നേതൃത്വത്തിൽ നടത്തുന്ന 17ാമത് ഓണക്കളി മത്സരം ഒക്ടോബർ 2 നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചെമ്പുച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്ര മൈതാനിയിൽ രാവിലെ 10 മുതൽ രാത്രി 10 വരെ മത്സരം നടക്കും. ചാലക്കുടി DYSP സുമേഷ് K ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ കുമാർ അരങ്ങത്ത്, രക്ഷാധികാരികളായ ഷാജു പുക്കാടൻ, സത്യൻ മണപ്പുള്ളി എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മാള ഉപജില്ലാ സ്കൂൾ കായികമേളയിൽ മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ജേതാക്കളായി. മാള ഉപജില്ലാ കായികമേളയിൽ 204 പോയിന്റോടെയാണ് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത്. ചാലക്കുടി മണ്ഡലത്തിലെ വനഭൂമി പട്ടം സംബന്ധിച്ച അനിശ്ചിതത്വം ഉടൻ മാറുമെന്നും കൈവശക്കാർക്കെല്ലാവർക്കും പട്ടയം നൽകുന്ന നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായും റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ പ്രഭാഷണവും സംവാദവും നടന്നു. WCC അംഗം ജോളി ചെറിയത്ത് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.